ചെറുപ്പത്തിലൊക്കെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെ ചിക്കൻ വാങ്ങിക്കാറുള്ളൂ. അതും ഒരു കോഴിയായിട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ ആകെ 2 ചിക്കൻ്റെ കാലേ ഉണ്ടാവാറുള്ളൂ. ഞാനും ചേട്ടനും തമ്മിൽ എന്നും അടിയായിരിക്കും ചിക്കൻ പീസ് ലെഗ് പീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് മിക്കവാറും ഒരാൾക്ക് ഓരോന്ന് വീതം കിട്ടും. പക്ഷേ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് തീർന്നു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാകത്തില്ല, പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങൾ കൊണ്ടിട്ടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ബീഫിൻ്റെ ആണെങ്കിൽ ലിവർ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ചിക്കൻ്റെ ലിവർ അത്ര നമുക്ക് താല്പര്യമില്ലാത്തൊരു ഐറ്റമാണ്. പിന്നെ ചിക്കൻ ലെഗിൻ്റെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ലെഗ് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ലെഗ് പീസ് നമ്മളൊരു 3 കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പല രീതിയിൽ പല മസാലയൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്യാമായിരുന്നു. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ചെന്നാൽ കറിയാക്കി വെക്കാമെന്ന്. മസാല ഞാൻ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, പച്ചമുളക് അങ്ങനെയുള്ള മെയിനായിട്ടൊക്കെ ഇട്ട് ഗരം മസാലയും നമ്മുടെ പൊടികളെല്ലാം ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നോർമലാട്ടോ. പിന്നെ ഈ ചിക്കൻ്റെ സ്കിന്നെല്ലാം ഞാൻ കളഞ്ഞെടുത്തു. പിന്നെ ഒരു തുണി പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് ഞാനതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ ഈ ബോൺലെസ് പീസ് കിട്ടും, അതാണ് ഏറ്റവും എളുപ്പം ക്ലീൻ ചെയ്യാനായിട്ട്. നമ്മൾ ചുമ്മാ അത് കഴുകിയെടുത്താൽ മതി. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിനൊരു സ്മെല്ലുണ്ടാവും, എനിക്കത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി പ്രാവശ്യം കഴുകിയൊക്കെ എടുക്കുന്നത്. കുറച്ച് ഞാൻ പുരട്ടി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോട്ട് വെച്ചു. ബാക്കി ഞാൻ ആ മസാലയിലോട്ടിട്ട് കറിയാക്കി എടുക്കാം കേട്ടോ.